മാധവ മാസമായിട്ട് കൃഷ്ണനെ കാണാതിരിക്കുക എങ്ങനെയാണ്. അങ്ങനെ ഇറങ്ങിയതാണിത്. ഒന്നും പറയണ്ട, നല്ല മഴയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒട്ടും പ്ലാൻഡ് അല്ല. ഇന്നലെ തീരുമാനിച്ച് ഇന്നിങ്ങനെ ആലോചിച്ച് പോണോ വേണ്ടിയോ അങ്ങനെ ഒരു രാത്രിയായപ്പം പോവാൻ തീരുമാനിച്ചു. രാത്രി മീൻസ് വൈകുന്നേരം കേട്ടോ. അങ്ങനെ ഇതൊരു ഗേൾസ് ട്രിപ്പായിരുന്നു. ഞാനും അമ്മയും അമ്മേൻ്റെ ചേച്ചി. മഴയത്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാക്കി തന്ന എൻ്റെ അനിയനും എൻ്റെ ഫിയാൻസിയും കൂടെ. ആളെന്ന് ബാംഗ്ലൂർ പോവാം. അപ്പം എൻ്റെ അനിയൻ അവരെ റെയിൽവേ സ്റ്റേഷനിലാക്കി ഞങ്ങളെവിടെ ആക്കി തന്നു. അങ്ങനെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു KSRTC വന്നു. അങ്ങനെ വിശന്നിട്ട് വയ്യായിരുന്നു. അവിടെയാണെങ്കിൽ ഒന്നുമില്ല. അവസാനം ഒരു അട കിട്ടി. അട കഴിച്ചു. പിന്നെ കുറച്ച് ലേസും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഗുരുവായൂരെത്തി. നോക്കിയപ്പോൾ ആണെങ്കിൽ ഭയങ്കര വെള്ളം, നല്ല മഴ. ആദ്യമേ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് റൂംസ് ഒന്നും കിട്ടിയില്ല. കാരണം ഈ മാസം നല്ല തിരക്കായിരുന്നു, പിന്നെ മഴയായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ ആ ചേട്ടൻ കൊണ്ടുപോയതാണ് ഈ സ്ഥലത്ത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു, അഫോർഡബിളാണ്. പിന്നാണെങ്കിൽ നല്ല വൃത്തിയുള്ള AC റൂംസ്. ഞങ്ങൾക്ക് പിന്നെ നിൽക്കൊന്നും വേണ്ടായിരുന്നു. വാഗച്ചാർത്ത് കാണാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും കൂടെ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി കുളിച്ചു, ഫ്രഷായി പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോഴേക്കെന്നെ ക്യൂ വലുതായിരുന്നു, ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. മഴ പെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോകാൻ പറ്റില്ല, അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അധികം ഞങ്ങൾ കുടുങ്ങിയില്ല, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. അവിടുന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ ഈ ഗുരുവായൂരിലെത്തും കേട്ടോ. 2 മിനിറ്റും ഇല്ല. ഏത് നടയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ഒരു അവിൽപ്പൊതി വാങ്ങിച്ചു, പിന്നെ കദളിപ്പഴം വാങ്ങിച്ചു, വെണ്ണ വാങ്ങിച്ചു. അതൊന്നും ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അലൗഡ് അല്ലായിരുന്നു ക്യാമറ. എന്നാലും എനിക്ക് പറ്റിയ പോലെ ഞാൻ ഉള്ളിലുള്ള എത്രയോ ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി നേരം നിന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 4 to 5 hours നിന്നിട്ടാണ് കാണാൻ പറ്റിയത്. വാഗച്ചാർത്തൊന്നും കാണാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അവിടെ പിടിച്ചു വെച്ചതായിരുന്നു ആൾക്കാരെ. പിന്നെ ഒത്തിരി നേരം നിന്നു. പിന്നാണെങ്കിൽ മഴയും, അവിടുത്തെ ഫാൻ അറിയാലോ, ഭയങ്കര വലിയ ഫാനല്ലേ. അപ്പം അതിൻ്റെ കാറ്റൊക്കെ അടിച്ചിട്ട് ആകെ അലമ്പായിരുന്നു രാവിലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഉള്ളിൽ കയറി കണ്ടു. പക്ഷെ ഉള്ളിലും മഴയായിട്ട് ഫുള്ള് വെള്ളമൊക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല സന്തോഷമായി, കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് കണ്ടതല്ലേ. ക്യൂ നിൽക്കുന്ന സമയം കൊണ്ട് ഒരു 2-3 കല്യാണമൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂരിൽ കല്യാണം കാണുന്നത്. പിന്നെ കറക്റ്റ് ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ നടക്കാൻ തുടങ്ങി. വിശക്കുന്നുണ്ടായിരുന്നു, ബട്ട് അവിടെയും ഇവിടെയും കടകളൊക്കെ കണ്ടുകൊണ്ട് അതിലൊക്കെ കയറിയിട്ട് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയതാണ് ഈ കടയിൽ. ഈ സാധനം എന്തോ ഇങ്ങനെ അമർത്തുമ്പോൾ അതിൻ്റെ ചെവി ഇങ്ങനെ എന്തോ പോലെ ഈ സൗണ്ടൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നോക്കി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടു. അങ്ങനെ അവിടെ കയറി. ഭയങ്കര നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ ആയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ ആദ്യം സീറ്റ് ഉണ്ടോയെന്ന് ഞാൻ പോയി നോക്കി, എന്നിട്ട് അവരെ വിളിച്ചത്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ആൾക്കാർക്ക് നിൽക്കാൻ അവിടെ സ്ഥലമില്ല, കാരണം അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അത്രയും തിരക്കുള്ള സ്ഥലമായിരുന്നു. പിന്നെ വേറെ അങ്ങോട്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ഒരു പൂരിയും പിന്നെ 2 മസാല ദോശയായിരുന്നു പറഞ്ഞത്. അപ്പം ഞങ്ങൾ 3 പേരും ഒരു സൈഡിലിരുന്നു. ഞങ്ങളുടെ ഓപ്പോസിറ്റ് വേറെ ആൾ ഇരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പുറത്തേക്ക് ഇരുന്നത് കേട്ടോ. ഇപ്പുറത്തൊരാൾ കൂടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ദോശ അടിപൊളിയായിരുന്നു. മസാല ദോശ വാങ്ങിച്ചത്. അതിൻ്റെ ചമ്മന്തി ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. പിന്നെ കൂടെ എന്തോ സാമ്പാർ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ഓട്ടോ കിട്ടിയിട്ട് വേണം ബസ് സ്റ്റാൻഡിൽ പോകാൻ. പിന്നെ അവിടെ നോക്കിയപ്പോൾ ഇതാ ഒരു കുഞ്ഞി കൃഷ്ണനെ കണ്ട്. അത് വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ. അത് നല്ല അടിപൊളി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറിയപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ KSRTC സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. സ്റ്റാൻഡിൽ ഇറങ്ങിയ പാടെ തന്നെ ബസ് ഉണ്ടായിരുന്നു, 2-3 ബസ് ഉണ്ടായിരുന്നു. അപ്പം
ഒരെണ്ണത്തിൽ മാത്രമേ ഒരു സീറ്റ് ഒഴിവുള്ളത്. അങ്ങനെ അതിൽ കയറി ഞാൻ ഏറ്റവും ബാക്കിൽ കണ്ടക്ടർ സീറ്റിൻ്റെ ഇപ്പുറത്തിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല വൈബാക്കി ആസ്വദിച്ച് പോകുമ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു. റോഡിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ടൈം എത്തിയപ്പോൾ ഇതുപോലെ കുറേ പ്രകൃതി രമണീയത കണ്ടു. അങ്ങനെ വീണ്ടും പോയി കോഴിക്കോട് എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇതാട്ടോ കോഴിക്കോട് കത്തിപ്പോയ ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പൊക്കെ ആയിരുന്നു, അത് മൊത്തം കത്തിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ബസ്സായിരുന്നു അത്. അങ്ങനെ ആൻറ്റി പറമ്പത്തിറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കും പോയി.